എന്തായാലും വളരെ സന്തോഷം നൽകുന്നൊരു വാർത്തയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പുറത്തേക്ക് വരുന്നത്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. 200 ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്. സോ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. അതായത് നമ്മുടെ ഐബാൻ ഡോങ്ങിലിങ്ങിന് ഒരു റെഡ് കാർഡ് കിട്ടിയിരുന്നു കഴിഞ്ഞ കളിയിൽ. എന്തായാലും അത് ഡിസിഷൻ റിവൈസ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ AFF കമ്മിറ്റി, ഡിസിപ്ലിനറി കമ്മിറ്റി. സോ അവർ പറയുന്നത് അതൊരു യെല്ലോ കാർഡിനുള്ള ഫൗളേ ഉള്ളതാണ്. സോ അതൊരു യെല്ലോ കാർഡായി മാറി. സോ അതുകൊണ്ട് തന്നെ അടുത്ത മാച്ചിൽ നമ്മുടെ ഐബാൻ ഡോഗ്ലിങ്ങിന് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കാൻ സാധിക്കും. എന്തായാലും അതൊരു നല്ല കാര്യം തന്നെയാണ്. ഞാൻ വിചാരിച്ചു വീണ്ടും സന്ദീപ് വന്ന് വീണ്ടും കുളമാകുമല്ലോ കാര്യം എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഐബാൻ ഡോഗ്ലിങ് തിരിച്ച് ടീമിലേക്ക് എത്തുന്നത്. എന്തായാലും അതുമാത്രമല്ല, ഹീസസ് ഹിമനസും അടുത്ത മാച്ചിൽ ഉണ്ടാകും, അല്ലെങ്കിൽ ആ ഒരു സെലക്ഷൻ ലിസ്റ്റിൽ സബ്ബായിട്ടൊക്കെ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഹീസസ് മാത്രമല്ല, ഇഷാൻ പണ്ഡിത് അവൈലബിൾ ആണ്. സോ ഒരു സ്ട്രൈക്കിംഗ് പൊസിഷനിൽ 2 അവൈലബിലിറ്റി, ഡിഫൻസിലേക്ക് ഡ്രിഞ്ചിച്ച് മാത്രമേ പുറത്തേക്ക് പോയിട്ടുള്ളൂ. ഐബാൻ അവൈലബിൾ ആണ്. സോ എന്തായാലും വളരെ നല്ലൊരു കാര്യം എന്ന് തന്നെ പറയണം. സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ പറയുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.